അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഔദാര്യമല്ല, ഒരച്ഛന്റെ കടമകളാ. നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു മണിക്കുട്ടി കൃഷ്ണയുടെ മകളാണെന്ന്. ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട് ഞാൻ. അതിലുപരി ഒരു ആർട്ടിസ്റ്റ് അല്ലേ. ഒരാളുടെ മുഖത്ത് തെളിയുന്ന ഭാവങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ എനിക്ക് മനസ്സിലാവും. ഈ അഭിനന്ദനം നിങ്ങൾ അർഹിക്കുന്നു കൃഷ്ണ. ഏത് നിസ്സഹായതയിലും സ്വന്തം മകളെയും അവളുടെ അമ്മയെയും കൈവിട്ട് കളഞ്ഞില്ലല്ലോ. കൺഗ്രാറ്റ്സ്. നിങ്ങളോട് സംസാരിക്കാതെ പോയിരുന്നെങ്കിൽ അതൊരു ഭാരമായേനെ. അതാ വിളിപ്പിച്ചത്. രാധിക, ഈ ചെറുപ്രായത്തിനുള്ളിൽ ഒരുപാട് അനുഭവിച്ചു അല്ലേ? എനിക്കറിയാം. ഒരു സ്ത്രീയും കടന്നു പോകാൻ ഇഷ്ടപ്പെടാത്ത പരീക്ഷണങ്ങളിലൂടെയാ രാധിക കടന്നു പോകുന്നത്. പിടിച്ചു നിൽക്കണമെന്നേ ഞാൻ പറയൂ. മണിക്കുട്ടിയെപ്പോലൊരു മകളെ ഈശ്വരൻ തന്നില്ലേ? അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, രാധികയോ കൃഷ്ണയോ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. സാരമില്ല, ഞാൻ പ്രാർത്ഥിക്കാം. കാവ്യയെ കൂടി കണ്ട് സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ ദിവസം പൂർണ്ണമാവില്ല എന്നൊരു തോന്നൽ. എനിക്ക് മനസ്സിലാവുന്നില്ല. വേണ്ടത്ര പരിചയം പോലും ഇല്ലാത്ത മാഡം ഇങ്ങോട്ട് വന്ന് എന്നെ കാണുക എന്ന് പറയുമ്പോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനും ഒരു സാധാരണ സ്ത്രീയാ കാവ്യ. മനുഷ്യന്റെ വേദനകളും ജീവിത പ്രതിസന്ധികളുമൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിവുള്ള സ്ത്രീ. അഭിനയം നൃത്തവും ഒക്കെ വശമുള്ളതുകൊണ്ട് ലോകം എന്നെ അറിയുന്നു, ആദരിക്കുന്നു. പക്ഷേ ഞാൻ അറിയാനും ആദരിക്കാനും ഇഷ്ടപ്പെടുന്നത് നന്മയുള്ള സാധാരണ മനുഷ്യരെയാണ്. അതുകൊണ്ട് തന്നെയാണ് കാവ്യയെ കാണാനും വന്നത്. എനിക്കെന്ത് പ്രത്യേകിച്ച് നന്മ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. മണിക്കുട്ടിയെ പോലെ ആരുമല്ലാത്തൊരു കുട്ടിയെ സ്വന്തം പോലെ നോക്കുന്നില്ലേ? അതൊരിക്കലും ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. തീർച്ചയായും അത് വലിയൊരു കാര്യമാണ്. ആരും ആർക്കു വേണ്ടിയും ഒരു മിനിറ്റ് പോലും ചിലവാക്കാൻ തയ്യാറല്ലാത്ത ലോകമാണിത്. ആരുമല്ലാത്ത ഒരമ്മയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്നില്ലേ? അതാണ് തൻ്റെ ഗ്രേറ്റ്നെസ്. അതിൻ്റെ പേരിൽ നാളെ ഒരു ദിവസം താൻ വേദനിക്കേണ്ടി വന്നേക്കാം. പക്ഷേ മനസ്സിൻ്റെ കോണിൽ പോലും വിഷമം തോന്നിയേക്കരുത്. കാവ്യ ചെയ്തത് 100% ശരിയാണ്. ഞാനീ പറയുന്നത് മനസ്സിൽ സൂക്ഷിക്കണം. എന്നെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം ഓർത്താൽ മതി. എന്നും എപ്പോഴും ഹാപ്പി ആയിരിക്കും. നോക്ക്, എത്ര നേരമായി അവൾക്ക് ആ മരുന്ന് കൊടുത്തിട്ട്? ഇതുവരെ എന്തെങ്കിലും കുലുക്കൊണ്ടോ നോക്കിക്കേ. അമ്മ ഉറക്ക ഗുളിക കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ കിട്ടി. ഞാനിത് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. അമ്മയുടെ ഉറക്ക ഗുളിക പോലെ അല്ല ഇത്. മയങ്ങിയതാ. എങ്കിൽ വേഗം ചെന്ന് മയക്കടാ. நம்ம முதலாளி கூப்பிட்டாச்சு. நம்ம லோரி ஆந்திராயில் அனுப்பியதுக்கு அப்புறம் ബോംബെക്ക് പോണം. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണേ. ശരി നോക്കണം. എന്തൊരു ഭാരാ പെണ്ണിന്. എന്താ അങ്ങനെ ആ ശല്യം തീർന്നു. എന്ത് പറ്റി രാധിക? മണിക്കുട്ടിയെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ?
എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടാവും. അല്ലാതെ എവിടെ പോവാനാ? ഇല്ല, ഞാൻ എല്ലായിടത്തും നോക്കി, ഇവിടെ എങ്ങും ഇല്ല. മോള് മോള് കണ്ടായിരുന്നു മണിക്കുട്ടിയെ? ഏയ് ഞാനൊന്നും കണ്ടില്ല. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? ആന്റി, മണിക്കുട്ടിയ സ്വിമ്മിംഗ് പൂളിനടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടതാ. ഞാൻ അവിടെ എല്ലാം നോക്കിയതാ, അവിടെ ഒന്നും ഇല്ല.